ലോകകപ്പ് കാണാൻ കാത്തിരിക്കുന്നവർക്കായി ഒരു മുന്നറിയിപ്പ് കൂടി നൽകാനുണ്ട്. ലോകകപ്പ് സംപ്രേഷണത്തിന്റെ ഔദ്യോഗിക കരാർ വൈകുമ്പോൾ സ്വാഭാവികമായും ഫുട്ബോൾ പ്രേമികൾ ഓൺലൈനിൽ മറ്റു നിയമവിധേയമല്ലാത്ത ലിങ്കുകൾ തിരയാൻ തുടങ്ങുമെന്നത് ഉറപ്പാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ അവിടെ ചില അപകട സാധ്യതകൾ പതിയിരിപ്പുണ്ട്. പ്രധാന കായിക പരിപാടികൾ നിയമപരമായ പ്ലാറ്റ്ഫോമുകൾ വഴി എളുപ്പത്തിൽ ലഭ്യമാകാത്തപ്പോൾ നിയമവിരുദ്ധമായ സ്ട്രീമുകൾ സാധാരണയായി ഇന്റർനെറ്റിൽ നിറയാറാണ് പതിവ്. ഈ ലിങ്കുകൾ സൗകര്യപ്രദമായി തോന്നുമെങ്കിലും അവ പലപ്പോഴും അപകടകരവും സുരക്ഷയേതും ഇല്ലാത്തതുമായ കെണികളിലേക്ക് കാഴ്ചക്കാരെ എത്തിക്കാം. പലതും അനാവശ്യ പരസ്യങ്ങൾ, വ്യാജ ഡൗൺലോഡ് ബട്ടണുകൾ, വാതുവെപ്പ് കെണികൾ, വൈറസ് ഭീഷണി എന്നിവ ഫോണിലോ കമ്പ്യൂട്ടറിലോ തുടർച്ചയായി എത്തിച്ചേക്കാം. അതിനാൽ ഓരോ ക്ലിക്കും കരുതലോടെ വേണം. നിർണായക നിമിഷങ്ങളിൽ അപ്രത്യക്ഷമാകുന്ന മോശം നിലവാരമുള്ള സ്ട്രീമുകളും ഫുട്ബോൾ പ്രേമികളെ നിരാശയിലേക്ക് തള്ളിവിടാറുണ്ട്. ഫുട്ബോൾ പ്രേമികൾ നിയമവിരുദ്ധമായ സ്ട്രീം ലിങ്കുകൾ പരമാവധി ഒഴിവാക്കുകയും ഒഫീഷ്യൽ സംപ്രേഷണ വിശദാംശങ്ങൾക്കായി കാത്തിരിക്കുകയും വേണം. ഒരു കരാർ അന്തിമമായാൽ 2026 ഫിഫ ലോകകപ്പ് പ്രതീക്ഷിച്ചതുപോലെ ഇന്ത്യൻ സ്ക്രീനുകളിൽ തിരിച്ചെത്തും. അല്ലെങ്കിൽ ഇന്ത്യയിലെ കായിക പ്രേമികൾക്ക് ഏറ്റവും നിരാശാജനകമായ നഷ്ടങ്ങളിലൊന്നായിരിക്കും അത്.